സാധാരണ രീതി പ്രചാരണ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുക എന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പ്രചാരണ രീതി കണ്ടില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് താങ്കൾ യോജിക്കുന്നുണ്ടോ, ഇങ്ങനെ ഉന്നത നിലവാരം പുലർത്താത്ത ഒരു പ്രചാരണമായി പോയി എന്ന്? അങ്ങനെ വരുമ്പോൾ അതിൽ എല്ലാ മുന്നണികൾക്കും അതിൻ്റെതായ പങ്കില്ലേ? മഞ്ജുഷേ, നമ്മൾ എത്രയോ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ കണ്ടിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട്, ആർ ശങ്കറിൻ്റെ കാലത്തെയൊക്കെ തിരഞ്ഞെടുപ്പ്, 1957 തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ പ്രചാരണ രീതികൾ. പിന്നീട് ഇങ്ങോട്ട് വന്ന EMSൻ്റെ പ്രചാരണം, കരുണാകരൻ, AK ആൻ്റണി തുടങ്ങിയവരൊക്കെ നടത്തുന്ന പ്രചാരണം, അതിൻ്റെ ഒരു അന്തസ്സ്, അതിൻ്റെ ഒരു ഔന്നത്യം. തീർച്ചയായിട്ടും പ്രചാരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കല തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ നുണപ്രചരണമാവാമോ? ഇപ്പം നമ്മുടെ സന്ദീപ് വാര്യർ ഇവിടെ ഉണ്ടല്ലോ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ശബരിമല ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് വിഷയം എടുക്കുമായിരുന്നു? ശബരിമല മാത്രമല്ല, 5 വർഷം ഭരിച്ച ഒരു ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പാർട്ടിക്ക്. പക്ഷേ ശബരിമലയിൽ ഇവർ നടത്തിയതെല്ലാം നുണപ്രചാരണമാണെന്ന് പറയുവാൻ പറ്റുമോ? അല്ല, ശബരിമലയുടെ പേരിൽ അങ്ങനെ ഒരു പ്രചാരണം. ഞാൻ ചോദിക്കുന്നത്, നുണപ്രചാരണം എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡി എന്താ പറഞ്ഞത്? കേരളത്തിൽ വന്ന അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു ചോദ്യം ഉയർന്നപ്പോൾ അതിനെ LDFും മുഖ്യമന്ത്രിയും CPM മാത്രമാണ് എതിർത്തത്. UDFന് തുറന്നു പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? UDF പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച 2 ആരോപണങ്ങളിൽ, ഒന്ന് ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റ് നടക്കുന്നു എന്ന ആരോപണവും, 2 ഈ ശബരിമല വിഷയത്തിൽ കോടതി മുതൽ പാർലമെന്റ് വരെ ഏതറ്റം വരെയും പോകും BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്നതുമാണ്. ആ രണ്ടാമത്തെ കാര്യത്തെ മാത്രമേ UDF ചോദ്യം ചെയ്തുള്ളൂ. രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് ഉയർന്നു വന്നത്. അദ്ദേഹം പറഞ്ഞത് അത് കള്ളമാണ്. ഇത്രയും സമയമുണ്ടായിട്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഓർഡിനൻസോ അല്ലെങ്കിൽ നിയമനിർമ്മാണമോ കൊണ്ടുവരാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രിക്ക് ഇനിയും അധികാരത്തിൽ വന്നാൽ എങ്ങനെ അതിന് സാധിക്കും? അങ്ങനെ ഇത് കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ ഈ ദൈവത്തിന്റെ പേരിലുള്ള അറസ്റ്റ് ഉണ്ടല്ലോ, അതിൽ UDFും ഒന്നും മിണ്ടുന്നില്ല. UDF മിണ്ടിയില്ല. ഇപ്പോൾ ജോസഫ് വാഴക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം 2 കാര്യത്തിലുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുക. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടുത്തെ പ്രധാന മത്സരം ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയുമാണ്. 2ഓ 3ഓ മണ്ഡലങ്ങളിൽ മാത്രം ത്രികോണ മത്സരമുണ്ട്. അപ്പം മുഖ്യമന്ത്രി പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അന്നത്തെ സാധ്യതയുണ്ട്, കാരണം 2 മുന്നണികളും തമ്മിലാണല്ലോ. ഇപ്പം തിരുവനന്തപുരം കഴിഞ്ഞാൽ ആറ്റിങ്ങൽ, കൊല്ലം, അങ്ങോട്ട് കാസർഗോഡ് വരെ, പത്തനംതിട്ട പോട്ടെ, തൃശ്ശൂരും പോട്ടെ, ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുമുന്നണിയും തമ്മിലാണ്. സ്വാഭാവികമായിട്ടും ഇടതുമുന്നണി UDFനെ ആക്രമിക്കും, UDF ഇടതുമുന്നണിയെ ആക്രമിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ്ങോട്ട് സന്ദീപ് വാര്യർ വരെയുള്ള BJP നേതാക്കന്മാരും NDA നേതാക്കന്മാരും 5 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, ഒത്തിരി നേട്ടങ്ങളുണ്ടെന്നാണല്ലോ BJP പറയുന്നത്. എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല? എന്തുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല? തീർച്ചയായിട്ടും പ്രചരണം ആ വഴിക്കൊന്ന് മാറ്റിയിട്ട് ഇവിടെ വർഗീയത ഇളക്കി വിടുകയായിരുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം അങ്ങേ അറ്റം ശരിയാണ്, യാതൊരു സംശയമില്ല. തിരുവനന്തപുരത്തൊക്കെ നമുക്കറിയാം, കടുത്ത വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത്. അത് ശബരിമല ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ വേണം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മറുവശത്ത് LDFും UDFും ആ ഒരു ശ്രമവും നടത്തുന്നുണ്ടല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പൊ ഇടതുപക്ഷത്ത് നിന്ന് സന്ദീപ് ഒറ്റ സന്ദീപ് എന്താണ് എതിർപ്പുള്ളത്? ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു കടുത്ത വർഗീയതയാണ്. സർ, ഞാൻ ചോദിക്കട്ടെ സർ, എങ്ങനെയാണ് ശബരിമലയെക്കുറിച്ച് പറയുന്നത് വർഗീയതയാകുന്നത്? ശബരിമല മതനിരപേക്ഷതയുടെ വലിയൊരു സിമ്പലായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ഒരു ആരാധനാലയമല്ലേ? ഒരു വർഗീയത എന്ന് പറഞ്ഞാൽ 2 മതവിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവണ്ടേ? ഇതവിടെ അങ്ങനെയല്ലല്ലോ. ഒരു വിശ്വാസ സമൂഹത്തെ സർക്കാർ അടിച്ചമർത്തിയ കാര്യമല്ലേ ഞങ്ങൾ പറയുന്നത്? ഇവിടുത്തെ വലിയൊരു വിശ്വാസ സമൂഹം നേരിട്ടിട്ടുള്ള മർദ്ദനങ്ങൾ, അതുപോലെ തന്നെ വേട്ടയാടലുകൾ, അവരുടെ ആചാരങ്ങളിലേക്കുള്ള സർക്കാരിന്റെ കടന്നുകയറ്റം, സർക്കാരും വിശ്വാസികളും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ് സർ വർഗീയതയാകുന്നത്? 2 വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തിനാണ് സാർ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് കാര്യങ്ങളെ? എന്തിനാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ കാര്യങ്ങളെ വളച്ചൊടിച്ച് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് സർ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്ന 3 സ്ഥലത്തെ ത്രികോണ മത്സരമുള്ളൂ. സർ, നിങ്ങൾ മാതൃഭൂമിയുടെ സർവേ വരെ കണക്കാക്കുന്നില്ലേ? പാലക്കാട്, ഞാൻ ഇരിക്കുന്നത് പാലക്കാടാണ്, ഇവിടെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുകയാണ്. മാതൃഭൂമി സർവേ പ്രകാരം തന്നെ BJPയും CPMും തമ്മിലാണ് മത്സരം നടക്കുന്നത്. സാർ, ഇങ്ങനെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല നടിക്കരുത്. ഇവിടെ മത്സരം UDFും LDFും തമ്മിലാണ്. സർ, ഇവിടെ ശക്തമായിട്ട് NDA നിൽക്കുന്നുണ്ടെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രാഹുൽ ഗാന്ധി തമ്മിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ സന്ദീപ് വാര്യർ. ഭൂരിപക്ഷം മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. UDFും LDFും തമ്മിലാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഏതാനും മണ്ഡലങ്ങളുടെ കാര്യത്തിൽ മറിച്ച് സംഭവിക്കുന്നു. ഞാൻ ചോദിക്കും, എങ്ങനെയാണ്? എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ ഒരു BJPയുമായുള്ള നേരിട്ട് പോരാട്ടമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? സർവേ പ്രകാരം അല്ലല്ല,
കേരളത്തിൽ നിങ്ങളുടെ സർവേ പ്രകാരം തന്നെ BJPക്ക് 20%-ലധികം വോട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് എനിക്ക് തോന്നുന്നത് 23% വരെ BJPയുടെ വോട്ട് പോകും. ഏതാനും മണ്ഡലങ്ങളിലെ കാര്യമാണ്. ഏതാനും മണ്ഡലങ്ങളിലെ കാര്യം എടുത്തുകൊണ്ട് ഏതാനും മണ്ഡലമല്ല. അല്ല, നിങ്ങൾ വോട്ടിംഗ് പെർസെന്റേജ് നോക്കുക. BJPയുടെയും LDFന്റെയും വോട്ടിംഗ് പെർസെന്റേജ് തമ്മിൽ വളരെ ചെറിയ മാറ്റമുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ മത്സരം നടക്കുന്നത് LDF UDF തമ്മിലാണെന്ന് പറയുന്നത്? അപ്പൊ നിങ്ങളെ കാര്യങ്ങളെ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലം എന്ന് ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ പറയുക. ഇല്ല ഞാൻ 3 മണ്ഡലം എന്ന് പറഞ്ഞു. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, അതിൻ്റെ കൂടെ പാലക്കാട് കൊണ്ടും ചേർത്തേക്കാം 4 മണ്ഡലം. അതിന്റെ അപ്പുറത്ത് ഓരോ മണ്ഡലത്തിലും 20-4 എന്ന് പറഞ്ഞാൽ വലിയ കണക്കല്ലേ? 24 എന്നല്ലേ സമ്മതിക്കുന്നുള്ളൂ. 20-4. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ബാക്കി മണ്ഡലങ്ങളിൽ BJPക്ക് എത്ര ശതമാനം വോട്ട് കിട്ടും? ആറ്റിങ്ങൽ, തിരുവനന്തപുരത്തിന് തൊട്ട് കിടക്കുന്ന ആറ്റിങ്ങൽ, കൊല്ലത്ത് BJPക്ക് എത്ര ശതമാനം വോട്ട് കിട്ടും? കണ്ണൂർ എത്ര ശതമാനം വോട്ട് കിട്ടും? കോഴിക്കോട്, വടകര BJPക്ക് എത്ര ശതമാനം വോട്ട് കിട്ടും? നമുക്ക് കാണാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാണാം പെർസെന്റേജ്. ശബരിമല വിഷയം കേരളത്തിൽ എല്ലാവരും ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ NDAയും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഇപ്പൊ എത്ര ഉണ്ടാവും? അത് നമുക്ക് കാണാം. ഏതായാലും ഈ പല സർവേകളും വോട്ട് വീതം വളരെ കുറഞ്ഞു വരികയാണ്. രണ്ടും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനം വളരെ നേർത്ത് വരികയാണ്. അതെ, ബംഗാളിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ബംഗാളിന്റെ അവസ്ഥയിലേക്കാണ് സാർ സാറിന്റെ പാർട്ടി പോകാൻ പോകുന്നത്. അയ്യോ, എന്റെ പാർട്ടിയോ? ശബരിമല വിഷയമില്ലായിരുന്നുവെങ്കിൽ BJP ഏത് വിഷയം എടുക്കുമായിരുന്നു? സന്ദീപ്